കുറച്ച് ദിവസമായിട്ടോ ഭയങ്കര കൊതി, അതും പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ വീട്ടിൽ അത്യാവശ്യം കൂട്ടാനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാറ് മസ്റ്റല്ലേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കരിനെല്ലിക്ക അച്ചാറാണ്. നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പം എന്തെല്ലാം ഐറ്റംസ് ഇട്ടാലും അച്ചാറില്ലാണ്ട് അത് പൂർണ്ണമാവില്ല അല്ലേ. 28 ദിവസമാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുന്ന സമയം. അതുപോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെല്ലിക്ക, കറിവേപ്പില, അതുപോലെ പച്ചക്കുരുമുളക്, പച്ചക്കാന്താരി ഇതെല്ലാം ചേർത്ത് വിറകടുപ്പിലാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. മീനു മമ്മാസ് പ്രോഡക്റ്റിൻ്റെ ഈ കരിനെല്ലിക്ക ഉണ്ടല്ലോ, വിനീഗറോ അതുപോലെ പ്രിസർവേറ്റീവോ അധികമായിട്ടുള്ള ഉപ്പൊന്നും ആഡ് ചെയ്യാണ്ട് കേട്ടോ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു ഹെൽത്തി സൈഡ് ഡിഷും കൂടിയാണ്. ഇത് നമുക്ക് വെറുതെയും കഴിക്കാം, അല്ല പല രീതികളും ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ. അതെല്ലാം അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു തരും. ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. കാൽസ്യം, അയണൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എഗ്ഗ് പുഴുങ്ങിയതിലും ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൊതിച്ചോറൊന്ന് കെട്ടി 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ആ എഗ്ഗ് പുഴുങ്ങിയതിൽ നമ്മുടെ ഈ കരിനെല്ലിക്ക അച്ചാറും കൂടെ ഫില്ല് ചെയ്തിട്ട് കഴിച്ച് നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എനിക്കെന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി കേട്ടോ. ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ചോറ്, തൈര്, ഈ കരിനെല്ലിക്ക അച്ചാറെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുന്നതും ഭയങ്കര ഒരു ടേസ്റ്റാണ്. അല്ലെങ്കിൽ പിന്നെ ഇതാ എന്നെ പോലെ ചോറിൽ കൂട്ടിക്കുഴച്ച് കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും അവരുടെ പേജൊക്കെ ഞാനിവിടെ കൊളാബ് ചെയ്യാം, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.